آمين. والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الكرام أما بعد. 289 ഹദീസിലും സലാത്തുൽ ദുഹ ബാബു സലാത്തുൽ ദുഹ 45 നമ്മൾ മാഷാ അല്ലാഹ് ഒരു വർഷത്തെ മുഹറമിന്റെ ഫസ്റ്റ് രാവായിട്ട് ഇത് ഉണ്ട്. തുടക്കം നന്നായാൽ ഒടുക്കവും നന്നാകും എന്നാണ്. അപ്പോ ഒരുപാട് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഒരു രാത്രിയും കൂടിയാണ്. മുഹറമിനെ കുറിച്ചിട്ട് ഇൻഷാ അല്ലാഹ് സ്വബൈക്കത്തെ ക്ലാസ്സിൽ അതുണ്ടാകും. ക്ലിപ്പെല്ലാം കേട്ടെങ്ങനെയായി വരാത്തോ. അപ്പോ ഞങ്ങൾ ഷമായിൽ മുഹമ്മദിയ തുടങ്ങി വെച്ചിട്ട് കുറച്ച കാലം എന്തായി, അത് ബാക്കിയായി. അള്ളാഹു മുഹറമിന്റെ ഒന്നാമത്തെ രാത്രി വീണ്ടും തുടങ്ങാൻ അള്ളാഹു നമുക്ക് അവസരം തന്നു. അള്ളാഹു നമ്മളൊക്കെ കബൂൽ ചെയ്യട്ടെ. ഇത് കഴിഞ്ഞെങ്കിൽ ഖുർആൻ പഠിക്കണം ചെന്നിട്ട് അത് ഞങ്ങൾ പറഞ്ഞു വെച്ച് അക്ഷരങ്ങൾ പഠിക്കണം, ഖുർആൻ ഓതാൻ പഠിക്കണം ചെല്ലിട്ട്. അപ്പോ അതെല്ലാം ഇൻട്രസ്റ്റ് കൊടുത്തെങ്കിൽ ഇത് വേഗം തീർത്തിട്ടുണ്ടാക്കാം. നമുക്ക് ഖുർആനും അതേപോലെ അറബി അക്ഷരങ്ങൾ പഠിച്ച് ഖുർആൻ നന്നായിട്ട് ഓതാൻ അള്ളാഹു മുഹറമിന്റെ ബർക്കത്തുകൾ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ബാബു സലാത്തുൽ ദുഹ, ദുഹാ നിസ്കാരത്തിനെ കുറിച്ച് പറയുന്ന ബാബ്. എല്ലാവരും ദുഹാ നിസ്കരിക്കുന്ന പറയാം. ദുഹാ നിസ്കരിക്കണം എല്ലാവരും. ഒരുപാട് മഹത്വങ്ങളുണ്ട്. حدثنا محمود بن غيلان قال حدثنا أبو داود الطيالسي قال حدثنا شعبة عن يزيد الرشكي قال سمعت معاذة قالت قلت لعائشة أكان النبي صلى الله عليه وسلم يصلي الضحى قالت نعم 4 ركعات ويزيد ما شاء الله عز وجل. അതായത് മുആദ് റളിയല്ലാഹു തആല അൻഹ ആയിഷ ഉമ്മയോട് ചോദിച്ചു. ആയിഷ ഉമ്മയോട് കേട്ടിട്ട് അക്കാന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ദുഹാ, മുത്തുനബി ദുഹാ നിസ്കരിക്കുന്നുണ്ടാ എന്ന് ആയിഷ ഉമ്മയോട് ചോദിച്ചപ്പോൾ ഖാലത്ത്, ആയിഷ ഉമ്മ പറഞ്ഞ അം, മുത്തുനബി ദുഹാ നിസ്കരിക്കുന്നുണ്ട്. 4 റക്അത്തിൻ, 4 റക്അത്ത് ഉണ്ടാക്കും, ദുഹാ നിസ്കരിക്കും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. വയസീദു മാ ഷാ അല്ലാഹു അസ്സ വജല്ല, 4 റക്അത്ത് നിസ്കരിക്കും എന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു വയസീദു, മുത്തുനബി ജാസ്തിയാക്കും, മാ ഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചത്ര. 4 മാത്രമല്ല 4നേക്കാളും കൂടുതൽ എന്താക്കിയിട്ടുണ്ട്. ചിലപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ദുഹാ നിസ്കരിച്ചിട്ടുണ്ട്. ദുഹാ നിസ്കാരത്തെ ഏറ്റവും ചുരുങ്ങിയത് എത്ര? 2 റക്അത്താണ് ഏറ്റവും ചുരുങ്ങിയത്. അഫ്ളലായ സാധാരണ 8 റക്അത്ത് നിസ്കാരം. യാറം ചെല്ലെങ്കിൽ 12 റക്അത്ത് വരെ നിസ്കരിക്കാം. 8 12 റക്അത്താണെന്ന് പറഞ്ഞവരും ഉണ്ട്. 12 റക്അത്ത് വരെ എന്താക്കാം, ദുഹാ നിസ്കാരം നിർവഹിക്കാം. ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്താണ്. ഏറ്റവും ശ്രേഷ്ഠമായത് 8 റക്അത്താണ്. പിന്നെ 12 റക്അത്ത് വരെ നിസ്കരിക്കാം. എപ്പോ നിസ്കരിക്കണു? സൂര്യൻ ഉദിച്ചിട്ട് ഒരു കുന്തത്തിൽ 20 മിനിറ്റ് കഴിഞ്ഞത് പിന്നെ ദുഹാ നിസ്കാരത്തിന്റെ സമയമായി. ദുഹാ നിസ്കാരത്തിന്റെ സമയമായി. സൂര്യൻ ഉദിക്കല്ലേ, അത് ഉദിച്ചിട്ട് 20 മിനിറ്റ്, അത്ര സമയമായാൽ ദുഹാ നിസ്കരിക്കാനുള്ള സമയമായി. ഏറ്റവും ഉത്തമമായ സമയം എപ്പോ? ഏറ്റവും ഉത്തമമായ സമയം പകലിന്റെ 4, അതായത് പോളുണ്ടല്ലേ, ആ പോളിനെ 4 ഓതിയാക്കിയിട്ട് 1 ഓതി സമയം കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായ സമയം. നിസ്കരിക്കാൻ 20 മിനിറ്റ് കഴിഞ്ഞ് നിസ്കരിക്കാം. ഒരു പോൾ എത്ര മണിക്കൂർ നോക്കുക, 4 ഓതി ആക്കിയിട്ട് 1 ഓഹരി ടൈം കഴിഞ്ഞെങ്കിൽ അത് ഏറ്റവും ഉത്തമമായ സമയമാണ്. അതേപോലെ ഏറ്റവും കൂടുതൽ 12 റക്അത്ത് വരെ നിസ്കരിക്കാം. ചുരുങ്ങിയത് 2 റക്അത്താണ്. അതും പള്ളിയിൽ വെച്ചിട്ടാണ് ദുഹാ നിസ്കരിക്കുന്ന സുന്നത്താണ്. സൗകര്യമുണ്ടെങ്കിൽ ദുഹാ നിസ്കാരം, പെരുന്നാൾ നിസ്കാരം, തറാവി നിസ്കാരം, ഗ്രഹണ നിസ്കാരം, ഇതെല്ലാം പള്ളിയിൽ നിർവഹിക്കുന്ന സുന്നത്ത്. അതേപോലെ ദുഹാ നിസ്കാരവും
പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നുണ്ട് സുന്നത്തും മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്കത് പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞു വെച്ചത്. ഇനി ഇൻഷാ അല്ലാഹ് കുറച്ച് വിഷയങ്ങൾ പിന്നെ വേറെ ഹദീസ് പറയട്ടെ. കുറച്ച് حدثنا محمد بن المثنى قال حدثني حكيم بن معاوية الزيادي قال حدثنا زياد بن عبيد الله بن ربيع الزيادي عن حميد الطويل أن أنس بن مالك أن النبي صلى الله عليه وسلم كان يصلي الضحى 6 ركعات. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുത്തുനബി ദുഹാ നിസ്കാരം 6 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട്. ആയിഷാ ബീവി കണ്ടപ്പോൾ 4, അതിനേക്കാൾ കൂടുതൽ നിസ്കരിച്ചിട്ടുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു 6 റക്അത്ത് നിസ്കരിച്ചത് കണ്ടിട്ടുണ്ട്. മുത്തുനബി 6 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട്. 2 റക്അത്ത് നിസ്കരിച്ചാലും ദുഹാന്റെ പ്രതിഫലം നമുക്ക് എന്താകും, കിട്ടും. حدثنا محمد بن المثنى قال حدثنا محمد بن جعفر قال حدثنا شعبة عن عمرو بن مرة عن عبد الرحمن بن أبي ليلى قال ما أخبرني أحد أنه رأى النبي صلى الله عليه وسلم يصلي الضحى إلا أم هانئ فإنها حدثت أن رسول الله صلى الله عليه وسلم دخل بيتها يوم فتح مكة فاغتسل فصبح 8 ركعات ما رأيته صلى الله عليه وسلم صلى صلاة قط أخف منها غير أنه كان يتم الركوع والسجود. അതായത് അബ്ദുറഹ്മാൻ ഇബ്നു അബീ ലൈല റളിയല്ലാഹു അൻഹു പറയുന്നു, മാ അഖ്ബറനി അഹദുൻ, എന്നോട് ഒരാളും വന്ന് പറഞ്ഞിട്ടില്ല, എന്നോട് ആരും പറഞ്ഞിട്ടില്ല, അന്നഹു റഅൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ദുഹാ, മുത്തുനബി ദുഹാ നിസ്കരിക്കുന്ന വിഷയം ആരും പറഞ്ഞിട്ടില്ല. ഇല്ല ഉമ്മുഹാൻ റളിയല്ലാഹു അൻഹ ഒഴികെ. ഉമ്മുഹാൻ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ടെന്ന് മുത്തുനബി ദുഹാ നിസ്കരിക്കുന്നുണ്ട്. എപ്പോഴാണ്? ഫഇന്നഹാ ഹദ്ദസത്, ഉമ്മുഹാൻ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല ബൈതഹാ യൗമ ഫത്ഹി മക്ക, മക്കം ഫത്ഹിന്റെ ദിവസം ഉമ്മുഹാൻ റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് മുത്തുനബി വന്നു. മക്കം ഫത്ഹിന്റെ ദിവസം എന്തായിരുന്നു? ഉമ്മുഹാൻ റളിയല്ലാഹു അൻഹ ആ ഉമ്മയുടെ വീട്ടിലേക്ക് മുത്തുനബി വന്നു. ഫഗ്തസല, മുത്തുനബി കുളിച്ചു. ഫസബ്ബഹ 8 റക്അത്തിൻ, 8 റക്അത്ത് മുത്തുനബി നിസ്കരിച്ചു. എന്താ 8 റക്അത്ത് നിസ്കരിച്ചു? മാ റഅയ്തുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലാ സ്വലാത്തൻ ഖത്തു അഖഫ മിൻഹാ. ഉമ്മുഹാൻ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഏറ്റവും ലഘുവായിട്ട് ചമ്മലേറ്റായിട്ടില്ല, വേഗം ഉണ്ടാക്കിയിട്ട് മുത്തുനബി നിസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഗൈറ അന്നഹു, വേഗം ചെന്നെങ്കിൽ അങ്ങനല്ല, കാന യുത്തിമ്മു റുകൂഅ വസ്സുജൂദ, റുകൂഉം സുജൂദും പൂർണ്ണമായ നിലയ്ക്ക് നിസ്കരിച്ചിട്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം എന്താക്കി, കുറച്ച് സ്പീഡായിട്ട് നിസ്കരിച്ചു. അപ്പൊ ഇത് ചെല്ലുമ്പോ സ്പീഡ്, അങ്ങനെ സ്പീഡ് നീ ധരിക്കണ്ട. അന്നത്തെ ദിവസം ചെല്ലെങ്കിൽ അത് മക്കം ഫത്ഹിന്റെ ദിവസമാണ്. അവിടുന്ന് കുറെ കാര്യങ്ങൾ ധാരയും മുത്തുനബിക്ക് ചെയ്യാനുണ്ടല്ലേ. മക്കം ഫത്ഹായിട്ട് കിട്ടുന്ന ദിവസം ചില ഒരു ഭാഗത്ത് ശത്രുക്കൾ എന്ത് ചെയ്യും, യുദ്ധം നടക്കുമോ, ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിന്റെ മധ്യത്തിലാണ് ഉമ്മുഹാൻ റളിയല്ലാഹു തആല അൻഹായുടെ വീട്ടിലേക്ക് വരുന്നത്. ആ വീട്ടിലേക്ക് വന്നുകൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 8 റക്അത്ത് ദുഹാ നിസ്കരിച്ചു. അത് നിസ്കരിച്ചത് കുറച്ച് സ്പീഡായിട്ടാണ്. സ്പീഡ് ചെല്ലാൻ അങ്ങനല്ല, റുകൂഉം സുജൂദും ആ പൂർണ്ണമായ നിലയ്ക്ക് മുത്തുനബി എന്താക്കിയിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്. അപ്പോ സ്പീഡും ചെല്ലാൻ അങ്ങനെ സ്പീഡ് നിൽക്കേണ്ട. മക്ക വിജയത്തിന് ദിവസം മുത്തുനബിക്ക് ആ മക്ക ഫത്തുഹുമായിട്ട് പല കാര്യത്തിലും ഏർപ്പെടാനുള്ളത് കൊണ്ടിട്ട്, പല കാര്യം നടത്താനുള്ളത് കൊണ്ട് കുറച്ച് സ്പീഡായിട്ട് എന്താക്കി അന്ന് മുത്തുനബി നിസ്കരിച്ചു. എന്നല്ലാതെ മുത്തുനബി അങ്ങനത്തെ സ്പീഡൊന്നും നിസ്കരിച്ചതല്ല. അത് എന്താക്കണം, മനസ്സിലാക്കണമെന്ന് പ്രത്യേകം എന്താക്കുന്നു പറയുന്നു. ഇനി ഒരു ഹദീസും കൂടി നമുക്ക് എന്താക്കാൻ പഠിക്കാം. حدثنا ابن ابي عمر قال حدثنا وقيع قال حدثنا كهمس بن الحسن عن عبد الله بن شقيق قال قلت لعائشة أكان النبي صلى الله عليه وسلم يصلي الضحى قالت لا
ഇല്ലാ അൻ യജീഅ മിൻ മഗ്രിബിഹി. അവിടെ നോക്കി, അബ്ദുല്ലാഹി ഇബ്നു ശഖീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഖുൽതു ലി ആയിഷ, ആയിഷ ഉമ്മയോട് ഞാൻ ചോദിച്ചു, എന്നൊന്ന് ചോദിച്ചു, അക്കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ദുഹ, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ദുഹാ നിസ്കരിച്ചിട്ടുണ്ടാ? മുത്തനബി ദുഹാ നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. കാലത്ത് ആയിഷ ഉമ്മ പറഞ്ഞു, എന്നു പറഞ്ഞു, ലാ, ഇല്ല എന്ന്. നീട്ടെന്ന് പറഞ്ഞിനെ, മുമ്പത്തെ ആൾക്കാർ നിസ്കരിച്ചിട്ടുണ്ട്, അള്ളാഹു ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ നിസ്കരിച്ചിട്ടുണ്ട്. ഇവിടെ എന്ത് പറഞ്ഞു? അബ്ദുല്ലാഹി ഇബ്നു ശഖീഖ് റളിയല്ലാഹു അൻഹു ആയിഷ ഉമ്മയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അക്കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹാ, മുത്തുനബി ദുഹാ നിസ്കരിക്കാറുണ്ടോ? അപ്പോൾ ലാ, ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇല്ലാ അൻ യജീഅ മിൻ മഗ്രിബി, മുത്തുനബിയോട് യാത്ര പോയിട്ട് അല്ലെങ്കിൽ എവിടെ ദൂരെ പോയിട്ട് ഔത്തേക്ക് ബന്ധങ്ങൾ ദുഹാ നിസ്കരിക്കും, അല്ലാതെ ദുഹാ നിസ്കരിക്കലാ. അങ്ങനെ പറഞ്ഞ ഉദ്ദേശം എന്ത്? സാധാരണ അതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത്, സാധാരണ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുഹാ നിസ്കരിക്കുന്നത് പള്ളിക്ക് പോയിട്ടാണ് എപ്പോൾ നിസ്കരിക്കുന്നത്. അതേ സമയത്ത് ഒരു യാത്രയിൽ പുറത്തോടെങ്കിലും പോയെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാക്കും പുരയിലേക്ക് വരും, എന്നിട്ട് പുരയിൽ നിസ്കരിക്കും. ലാ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം തീരെ നിസ്കരിക്കുന്നില്ല എന്നല്ല. സാധാരണ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പള്ളിയിലേക്ക് പോയിട്ടാണ് ദുഹാ നിസ്കരിക്കാറുള്ളത്. അതേ സമയത്ത് യാത്രയിൽ ആ പുറത്തോടെ പോയിട്ട് വന്നെങ്കിൽ എന്താക്കും? മുത്തുനബി പുരയിലേക്ക് വന്നിട്ട് ദുഹാ നിസ്കരിക്കും. അതുകൊണ്ട് ദുഹാ നിസ്കാരത്തിലേക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട്, ഒരുപാട് ബഹുമാനങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഹദീസും ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് എന്താക്കാം, ഇനിയുള്ള ക്ലാസ് പഠിക്കാം. ഇൻഷാ അല്ലാഹ് ഇത് തുടർന്ന് പോകണം. ഒരാളുണ്ടെങ്കിലും എത്ര ആളുണ്ടെങ്കിലും വേഗം ഇത് തീരണു. അതേപോലെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ തയ്യാറാവണം. പരിശുദ്ധമായ ഖുർആൻ അക്ഷരങ്ങൾ പഠിക്കാനും അത് തജ്വീദനുസരിച്ച് ഫാത്തിഹയും മറ്റുള്ള സൂറത്തുകളും ഒക്കെ ഓതാൻ തയ്യാറാവണം. ഇതൊരു അവസരമാണ്. എത്ര ആയെങ്കിലും എത്ര ബുദ്ധിമുട്ടായെങ്കിലും നിങ്ങൾ പറഞ്ഞു പഠിക്കണു. അള്ളാഹു പഠിക്കാനും പഠിപ്പിക്കുവാനും അതുപോലെ അമൽ ചെയ്യുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അർഹമർറാഹിമായ അല്ലാഹ്, ഞങ്ങളെ മജ്‌ലിസിനെ ഖബൂലാക്കണം റഹ്മാനെ. ഞങ്ങളെ ഈ മജ്‌ലിസിനെ ഖബൂലാക്കണം റഹ്മാനെ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശഫാഅത്തിൽ ഞങ്ങളെ എല്ലാവരും ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഇത് കാരണം ഞങ്ങൾക്ക് സ്വർഗ്ഗത്തെത്താനും ഹബീബായ മുത്തുനബിയോട് ഒരുമിച്ച് കൂടുവാനും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വെള്ളം വാങ്ങി കുടിക്കാനും സ്വർഗ്ഗത്തിൽ കടന്ന് ലിഖാഇനെ കാണാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.